വാർത്തയിലേക്ക് വിശദമായി. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയയായ അധ്യാപിക ഡോക്ടർ സംഗീതയ്ക്ക് മുൻകൂർ ജാമ്യം. എന്നാൽ ഡോക്ടർ റാമിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കണ്ണൂർ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. KV ബൈജു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ബൈജുവിലേക്ക് വരാം. അതിനു മുൻപ് അഭിഭാഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. ജാതിക്കെതിരായി ചിന്തിക്കുന്ന മുഴുവൻ ആളുകളുടെ ഒരു വികാരമായിരുന്നു. അതിന് കാരണക്കാരായ ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും കോടതിയിൽ പ്രോസിക്യൂഷന് വേണ്ടി കേസ് നടത്തുക എന്നുള്ളത്. ഏതായാലും നമ്മളെ കേസിൽ റാം എന്ന ഒന്നാം പ്രതിയെ കോടതി മുൻകൂർ ജാമ്യം നൽകേണ്ടതില്ല എന്ന പ്രോസിക്യൂഷൻ്റെ വാദം അംഗീകരിച്ചിരിക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തിന് ജാമ്യം നൽകരുത് എന്നുള്ള വാദം അംഗീകരിച്ചുകൊണ്ട് കോടതി ഉത്തരവായിരിക്കുകയാണ്. അതാണ് അതിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയാനുള്ളത്. രണ്ടാം പ്രതിക്ക് ജാമ്യം അനുവദിച്ചിട്ടുമുണ്ട്. അതേതായാലും വിധി പരിശോധിച്ചതിന് ശേഷം മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. എന്താണ്? അല്ല, അത് വിധി പരിശോധിക്കട്ടെ, വിധി കിട്ടട്ടെ. ഏതായാലും നിങ്ങളുടെയൊക്കെ ആകാംക്ഷ ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒന്നാം പ്രതിക്ക് ജാമ്യം അനുവദിക്കുമോ എന്നുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു. ഏതായാലും എല്ലാവരുടെയും, പൊതുജനങ്ങളുടെ മുഴുവൻ ആളുകളുടെയും അഭിപ്രായം അങ്ങനെയായിരുന്നു. നമ്മളെ പോലീസിനെതിരായും അതുപോലെ തന്നെ ഭരണത്തിനെതിരായിട്ടൊക്കെ ചില വിമർശനങ്ങൾ പോലും വന്നിരുന്നു. ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ. ഏതായാലും കോടതിയിൽ അദ്ദേഹത്തിന് തിരിച്ചടി നേരിട്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം. ജാതിയുടെ പേരിൽ പോലും കോടതിയിൽ തെറ്റായ പ്രസ്താവന നൽകി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം ആരംഭിച്ചിരുന്നു. അത് പ്രോസിക്യൂഷനും പോലീസും പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷണ ടീം അതാത് സമയങ്ങളിൽ അത് തീർച്ചയായും പിന്നോക്കാരനാണ്, OBC ആണ്, SC അല്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ ഷെഡ്യൂൾഡ് ട്രൈബാണെന്നാണ്. ആ വാദമാണ് പ്രോസിക്യൂഷൻ രേഖകൾ ഹാജരായിക്കൊണ്ട് അദ്ദേഹം ST ഗ്രൂപ്പിൽ വരുന്നതല്ല, അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ പരിരക്ഷ അദ്ദേഹത്തിന് കിട്ടേണ്ടതില്ല എന്നുള്ള വാദം ഉയർത്തിയത്. അത് കോടതി അംഗീകരിച്ചുകൊണ്ടാണ് ജാമ്യം കൊടുക്കാതിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പറയാൻ കഴിയില്ല. ജാതി അധിക്ഷേപം ഉണ്ട് എന്നുള്ളതായിരിക്കുമല്ലോ സ്വാഭാവികം. അവരുടെ വാദം, അതെ, യെസ്, അവരുടെ വാദം ഞങ്ങൾ ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല എന്ന അവരുടെ വാദം കോടതി അംഗീകരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരായി വിധി പറഞ്ഞിട്ടുള്ളത്. ഒന്നുമല്ല ചെയ്തത്. അതായത് അവർ ജാമ്യത്തിനായിട്ട് അപേക്ഷ നൽകുകയാണ് ചെയ്തത്. ആ അപേക്ഷയിൽ നമ്മൾ പിന്നെ എതിർവാദം ഉന്നയിക്കുകയാണ് ചെയ്തത്. അതിലിപ്പം നമ്മുടെ എതിർവാദം അംഗീകരിച്ചുകൊണ്ട് ഒന്നാം പ്രതിയായ റാമിന് ജാമ്യം അനുവദിക്കേണ്ടായെന്നും രണ്ടാം പ്രതിയായ സംഗീത നമ്പ്യാർക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് ഉത്തരവായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം പ്രോസിക്യൂഷനും ആലോചിച്ച് ഇനി അത് അപ്പീലെടുക്കേണ്ടതാണെങ്കിൽ അപ്പീലെടുക്കും. അതായത് ഒബ്ജക്ഷൻ ഫലിച്ചില്ല എന്നല്ല, പ്രോസിക്യൂഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വാദിക്കുന്നത്. അതായത് പ്രോസിക്യൂഷൻ ചെയ്യേണ്ട കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ന് പിന്നെ നമ്മുടെ നിതിൻ രാജിൻ്റെ ചടങ്ങുമായി ബന്ധപ്പെട്ട് കുടുംബങ്ങളൊക്കെ തിരുവനന്തപുരത്താണുള്ളത്. അപ്പോൾ അവരുമായിട്ട് വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം അവരുടെ കുടുംബങ്ങളുമായിട്ട് ആലോചിച്ച് അടുത്ത നടപടി എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആലോചിച്ച് ചെയ്യും. അഭിഭാഷകരുടെ പ്രതികരണങ്ങളാണ് കേട്ടത്. ഇതിൽ ഒരു രണ്ടാം പ്രതിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടും ഒന്നാം പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുമാണ് ഇപ്പോൾ കോടതി നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. KV ബൈജു വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, നിതിൻ രാജിന്റെ കുടുംബം, ഒപ്പം തന്നെ മറ്റു കുട്ടികൾ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചത് ഡോക്ടർ റാമിനെതിരെയായിരുന്നു. റാമിന് മുൻകൂർ ജാമ്യാപേക്ഷ ഇല്ല എന്നതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. ഒപ്പം സംഗീതയ്ക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു. കൂടുതൽ പ്രതികരണങ്ങളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് കോടതി ജാമ്യം റദ്ദാക്കുന്നതിന് കാരണമായി സൂചിപ്പിച്ചത്? വിശദാംശങ്ങൾ. തീർച്ചയായും രേണുക, സിമ്പതിക്ക് വേണ്ടി കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി ഇത്തരത്തിൽ നിതിൻ രാജ് മരിച്ചെന്ന ഒരു വാദം, അതായിരുന്നു പ്രധാനമായും ഇയാളുടെ ഈ റാം എന്ന് പറയുന്ന അധ്യാപകന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിൽ കൃത്യമായ മൊഴികളുണ്ടായിരുന്നു. അതോടൊപ്പം ഈ ലതാ ശശിധരൻ എന്ന് പറയുന്ന റഫറൻസ് നമ്പർ കൊടുത്ത ഇവർക്ക് പരാതി നൽകാൻ പിന്തുണ നൽകിയത് റാമായിരുന്നു. പക്ഷേ ഇദ്ദേഹം വ്യക്തമാക്കിയത് ഏതെങ്കിലും തരത്തിൽ നിതിൻ രാജിന്റെ മരണവുമായി തനിക്ക് ബന്ധമില്ല, ആ സമയത്ത് താൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷേ CCTV ദൃശ്യങ്ങളിൽ ഈ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്നും കൂട്ടവിചാരണ
വിചാരണ നടക്കുന്ന സമയത്ത് റാം അതിന് പുറത്തുണ്ടായിരുന്നു. അത് കൃത്യമായി പ്രോസിക്യൂഷന് കോടതിയിൽ തെളിയിക്കാനായി. അതുകൊണ്ട് തന്നെയാണ് റാമിന് ഇപ്പോൾ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. അതോടൊപ്പം സംഗീതയുടെ മുൻകൂർ ജാമ്യം അത് സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് വിശദമായ വിധിപ്പകർപ്പ് വരേണ്ടതുണ്ട്. ഏതായാലും റാം ഇതിൽ പ്രധാന വില്ലനാണ്. മാത്രമല്ല കുട്ടികൾക്ക് വലിയ തോതിൽ, എല്ലാ വിദ്യാർത്ഥികൾക്കും വലിയ തോതിൽ പരാതി ഉണ്ടായിരുന്നത് റാമിനെതിരെയാണ്. ഈ ജാതി വിവേചനം വലിയ തോതിൽ പല വിദ്യാർത്ഥികളും നേരിട്ടിരുന്നു. അത്തരത്തിലുള്ള നിരവധി മൊഴികൾ ഉണ്ടായിരുന്നു. അത് പ്രോസിക്യൂഷന് കൃത്യമായി ഈ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഈ ലത നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലതാ ശശിധരൻ എന്ന് പറഞ്ഞ ഈ അധ്യാപികക്ക് ഈ പരാതി നൽകാൻ പിന്തുണ നൽകി. അതോടൊപ്പം പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഹസ്തദാനം ചെയ്തു തുടങ്ങിയ നിരവധി വാദങ്ങളാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. SC/ST അതിക്രമ തടയൽ നിയമം. ആ നിയമത്തിൽ താൻ പെടില്ല, താൻ ഒരു SC/ST കാരനാണെന്നായിരുന്നു ഇദ്ദേഹം കോടതിയിൽ വാദിച്ചിരുന്നത്. പക്ഷേ പ്രോസിക്യൂഷന് അത് കൃത്യമായി തെളിയിക്കാൻ സാധിച്ചു. ഇദ്ദേഹം OBC പട്ടികയിൽപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആ നിയമം അദ്ദേഹത്തിന് നിലനിൽക്കുന്നത്. ഏതായാലും നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനൊപ്പം SC/ST അതിക്രമ തടയൽ നിയമം കൂടി ഇതിൽ ജാമ്യമില്ലാ വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട്. ഇനി റാമിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. റാമിനെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരൂ. എന്തായാലും റാം എന്ന് പറയുന്ന അധ്യാപകന്റെ ഭാഗത്തുനിന്നുണ്ടായ മാനസിക സമ്മർദ്ദം അത് തന്നെയാണ് നിതിൻ രാജ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിക്കാൻ കാരണമെന്ന് കുടുംബം നേരത്തെ ആരോപിച്ചിരുന്നു. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഡിജിറ്റൽ തെളിവുകളുണ്ട്. റാമും അതുപോലെ തന്നെ സംഗീതയും തന്നെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് സഹോദരിക്കുൾപ്പെടെ വാട്സാപ്പിൽ ഇവരുടെ ഫോട്ടോ സഹിതം ഈ നിതിൻ രാജ് അയച്ചിരുന്നു. അതും ഗുരുതരമായ ആരോപണങ്ങൾ നിതിനെതിരെ ഉയർന്നു വന്നു. കുടുംബത്തിന് വലിയ സംശയമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ബൈജു, ഇതുവരെ കുടുംബം ഉന്നയിച്ചിരുന്ന മറ്റൊരു ആരോപണം, ഇതിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടികൾ ഒന്നും ഉണ്ടാകുന്നില്ല, ഇവർ ജാമ്യം ലഭിച്ച് പുറത്തു പോകാൻ ഉള്ള അവസരം ഒരുക്കുകയാണ്, മാത്രവുമല്ല ലോൺ ആപ്പിലേക്ക് അന്വേഷണം ചുരുക്കുകയാണ് തുടങ്ങിയ ആരോപണങ്ങൾ കുടുംബം ഉന്നയിച്ചിരുന്നു. ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ റാമിന്റെ തള്ളിയിരിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ ആക്ഷൻ പ്രതീക്ഷിക്കാമോ ഈ ഘട്ടത്തിൽ? തീർച്ചയായും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ പ്രതിരോധത്തിലായ ഒരു കേസാണിത്. ഇത് റാം എന്ന് പറയുന്ന അധ്യാപകൻ ആന്ധ്രയിലേക്ക് കടന്നതായാണ് പോലീസിന് നേരത്തെ വിവരം ലഭിച്ചത്. പോലീസിന് കൃത്യമായി ഇയാൾ എവിടെയുണ്ടെന്നൊക്കെ അറിയാം. അതോടൊപ്പം സംഗീതയും നേരത്തെ അതുപോലെ തന്നെ കേരളത്തിലില്ല, കേരളത്തിന് പുറത്തായിരുന്നു. ഏതായാലും സംഗീതയെ സംബന്ധിച്ചിടത്തോളം ഇനി അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകേണ്ടി വരും. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസിന് കടക്കാൻ സാധിക്കില്ല. അപ്പോഴും സംഗീതയുടെ മൊഴി ഇതിൽ നിർണായകമായിരിക്കും. അത്തരം ചോദ്യം ചെയ്യലൊക്കെ എന്തായാലും ഉണ്ടാവും. റാമിന്റെ കാര്യത്തിലേക്ക് വന്നാൽ റാമിനെ വളരെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് വലിയ പ്രതിഷേധത്തിലേക്ക് ഇനി വരും. കാരണം ഓരോ ദിവസവും ഈ കോളേജിലേക്ക് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ പ്രതിഷേധം വലിയ അക്രമാസക്തമാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. 28-ാം തീയതി സംസ്ഥാന ഹർത്താൽ പ്രഖ്യാപിച്ച സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ റാമിനെ വളരെ പെട്ടെന്ന് തന്നെ പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി ഒരു പക്ഷേ ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യാപേക്ഷ നീളുമോ എന്നറിയില്ല, അത്തരം ഘട്ടങ്ങളിൽ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നറിയില്ല. പക്ഷേ റാമിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം കുടുംബം നേരത്തെ ഉന്നയിച്ചിരുന്നു, ആക്ഷൻ കമ്മിറ്റി നേരത്തെ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ റാമിനെ വളരെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ നിതിനോട് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന രീതിയിൽ റാം ഇടപെട്ടു, അത്തരം കാര്യങ്ങൾക്ക് റാമിന്റെ മൊഴി ഇതിൽ വളരെ പ്രധാനമാണ്. അത്തരം മൊഴിയിലേക്ക് ഇനി പോലീസ് കടക്കുമോ എന്നാണ് അറിയുന്നത്. ഏപ്രിൽ 10-നാണ് നിതിൻ രാജ് കെട്ടിടത്തിന് മുകളിൽ വീണ് ഇത്തരത്തിൽ ജീവനൊടുക്കുന്നത്. അതിനുശേഷം ആകെ അറസ്റ്റിലായിരിക്കുന്നത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട 3 പേർ മാത്രമാണ്. അവരെയും ഇതുവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരും ഇതുവരെ കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസ് സാധിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഉണ്ടായത് റാമിനെതിരെ തന്നെയാണ്. ആ റാമിനാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിരിക്കുന്നത്. ഇനി ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇത് കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകും. എന്താണ് നിതിൻ രാജിനെ ഈ ജീവനൊടുക്കാൻ പ്രധാനമായും ഇടയാക്കിയ സാഹചര്യം, അത് തന്നെയാണ് കണ്ടെത്തേണ്ടത്. അത് തന്നെയാണ് കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്നതും. ഇനി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നതാണ് ഇനി കാത്തിരിക്കേണ്ടത്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ബൈജു തുടരുക. ഒരു വാർത്തയുടെ വിശദാംശം കൂടി ബൈജുവിൽ നിന്ന് അറിയേണ്ടതുണ്ട്. കാസർഗോഡ് ശൈശവ വിവാഹത്തിൽ ഉസ്താദ് ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. അഴീക്കൽ ജുമാ മസ്ജിദിൽ നടന്ന ശൈശവ വിവാഹത്തിലാണ് കേസ്. 16-കാരിയെ പടന്ന പഞ്ചായത്തിലെ പ്രവാസിയായ 28-കാരന് കാനത്ത് കല്യാണം നടത്തിയെന്നതാണ് പരാതി. ബൈജു തുടരുന്നുണ്ട്. ബൈജു, വളരെ ഗൗരവത്തിലുള്ള പരാതിയാണ്. ശൈശവ വിവാഹം ഇപ്പോഴും ഈ കാലത്തും നടക്കുന്നു എന്നത് ഗൗരവത്തിൽ തന്നെ കാണേണ്ടുന്ന കാര്യമാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ?
തീർച്ചയായും രേണുക, സംസ്ഥാനത്ത് ഒരു ശൈശവ വിവാഹം കൂടി റിപ്പോർട്ട് ചെയ്തുവെന്നാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം. കാസർഗോഡ് ജില്ലയിലെ ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ഇതിൽ 4 പേരെ ഇപ്പോൾ പോലീസ് 4 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എടച്ചക്കായി ബദർ നഗറിലെ വരൻ, ഈ വരനായ ഷാബിർ ഷെയ്ഖ് എന്ന് പറയുന്ന ആൾ, അതോടൊപ്പം ഈ പെൺകുട്ടിയുടെ പിതാവ്, ഈ ജുമാ മസ്ജിദിലെ തന്നെ ഉസ്താദ് റഹ്മത്തുള്ള, പടന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പറും എടച്ചക്കായി അഴീക്കൽ ജുമാ മസ്ജിദ് സെക്രട്ടറിയുമായ PK താജുദ്ദീൻ, ഇങ്ങനെ 4 പേർക്കെതിരെയാണ് ഇപ്പോൾ ചന്ദേര പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഏപ്രിൽ 13-നാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അഴീക്കൽ ജുമാ മസ്ജിദിൽ വെച്ച് 16 വയസ്സുകാരിയായ പെൺകുട്ടിയെ ഇത്തരത്തിൽ വിവാഹം ചെയ്തു നൽകുകയായിരുന്നു. അത് മാത്രമല്ല, ഇത്തരം വിവരം പുറത്തു വന്നപ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാതി വന്നപ്പോൾ, ഇതിൽ അവിടെ ഉണ്ടായിരുന്ന തെളിവുകൾ, ഈ വിവാഹവുമായി ബന്ധപ്പെട്ട തെളിവുകളും അതോടൊപ്പം CCTV ദൃശ്യങ്ങളും നശിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. അങ്ങനെയാണ് ഇപ്പോൾ 4 പേർക്കെതിരെ ഇപ്പോൾ ചന്ദേര പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ പെൺകുട്ടിയുടെ മഹലിൽ ഉൾപ്പെടുന്ന സ്ഥലത്ത് ഈ തിരിച്ചറിയൽ രേഖ, അതായത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായെന്ന തിരിച്ചറിയൽ രേഖ ഹാജരാക്കാൻ സാധിച്ചില്ല. അങ്ങനെയാണ് ഈ വരന്റെ വീടിന്റെ പരിധിയിലുള്ള മഹലിൽ ഇത്തരത്തിൽ അഴീക്കൽ ജുമാ മസ്ജിദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു വിവാഹം നടത്തി കൊടുത്തത്. എന്തായാലും ഈ സംഭവത്തിൽ ഉസ്താദ് ഉൾപ്പെടെ, വരന്റെ വധുവിന്റെ പിതാവ് ഉൾപ്പെടെ 4 പേർക്കെതിരെ ഇപ്പോൾ ചന്ദേര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. മാത്രമല്ല, കൂടുതൽ തെളിവുകളും ഇതിൽ ഇത്തരത്തിൽ നശിപ്പിക്കപ്പെട്ട തെളിവുകൾ, ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അത്തരം തെളിവുകളും പോലീസ് ഇപ്പോൾ തേടുന്നുണ്ട്. രേണുക, ശരി. KV ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ചൂട് കടുത്തതോടെ പാമ്പ് കടിയേൽക്കുന്നവരുടെ എണ്ണത്തിലും വർധന. ആലപ്പുഴയിൽ 2 പേർക്കാണ് കഴിഞ്ഞ ദിവസം പാമ്പ് കടിയേറ്റത്. ഇതിൽ കുട്ടനാട് സ്വദേശിനി ഇന്ദിര മരിക്കുകയും പാമ്പ് കടിയേറ്റ 15-കാരി ചികിത്സയിലുമാണ്. ഇന്ദിരയ്ക്ക് ആന്റിവെനം നൽകിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പാമ്പ് കടിയേറ്റാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചു. ശരണ്യ സ്നേഹിതനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശരണ്യ, ഇതിൽ ചികിത്സാ പിഴവ് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ, അല്ലെങ്കിൽ ചികിത്സ വൈകി എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്താണ് ജില്ലയിലെ സാഹചര്യം? ആന്റിവെനം എല്ലാ ആശുപത്രികളിലും, നിലവിലുള്ള ആശുപത്രികളിലൊക്കെ ലഭ്യമാണോ? ഈ ചികിത്സാ പിഴവ് സംബന്ധിച്ച ആരോപണങ്ങൾക്ക് അധികൃതർക്ക് നൽകാനുള്ള മറുപടി എന്താണ്? കായംകുളത്ത്, അതായത് ആലപ്പുഴ ജില്ലയിൽ തുടർച്ചയായി 2ാം ദിനവും ഈ പാമ്പ് കടിയേറ്റ് മരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യ ദിവസം കായംകുളത്ത് 42-കാരിയായ സെലീനയാണ് പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രിയോടുകൂടി വൈശംഭാഗം, അതായത് കുട്ടനാട് വൈശംഭാഗം പുതുവന വീട്ടിൽ ഇന്ദിര എന്ന 65-കാരിയും പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടിട്ടുണ്ട്. സെലീനയുടെ കേസിൽ ആദ്യം ആന്റിവെനം നൽകുന്നതിൽ വൈകി എന്നുള്ള ആരോപണം കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം പാമ്പ് കടിയുടെ ലക്ഷണങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ബ്ലഡ് ടെസ്റ്റിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതും കായംകുളം താലൂക്ക് ആശുപത്രി RMO വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ടാണ് ആന്റിവെനം നൽകാതിരുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിൽ അത് പാമ്പ് കടിയേറ്റുള്ള മരണമാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് വന്നിട്ടുണ്ട്. അതോടുകൂടി അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇന്നലെ രാത്രി ഉണ്ടായ മരണമാണ്. അത് ഇന്ദിര എന്ന സ്ത്രീയാണ്. 9:30 മണിയോട് കൂടിയാണ് ഇന്ദിരയുടെ മരണം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്ഥിരീകരിച്ചത്. വൈശംഭാഗത്തെ വീടിനോട് ചേർന്നുള്ള ശുചിമുറിയുടെ മുൻഭാഗത്ത് വെച്ചാണ് വൈകിട്ട് 5:30 ഇന്ദിരയ്ക്ക് മൂർഖന്റെ കടിയേൽക്കുന്നത്. അതിന് മുൻപ് തന്നെ, അതിന് തൊട്ടടുത്ത ദിവസം ഇന്ദിരയുടെ മകൾ തൊട്ടടുത്ത പുരയിടത്തിൽ ഒരു മൂർഖനെ കണ്ടതിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നലെ വൈകിട്ട് 5:30 വീടിന്റെ പിന്നാമ്പുറത്തെ ശുചിമുറിയിലേക്ക് ഇറങ്ങുന്ന വഴിയിൽ ആ ശുചിമുറിയുടെ മുൻഭാഗത്ത് വെച്ചാണ് ഇന്ദിരയ്ക്ക് കടിയേറ്റത്. 15 മിനിറ്റിനുള്ളിൽ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. ആന്റിവെനം നൽകാൻ കഴിഞ്ഞു എങ്കിൽ പോലും രാത്രി 9:30 സ്ഥിതി വഷളാവുകയും ഇന്ദിര മരണപ്പെടുകയുമായിരുന്നു. അങ്ങനെ ആലപ്പുഴ ജില്ലയിൽ തുടർച്ചയായി 2ാം ദിനവും പാമ്പ് കടിയേറ്റ് മരണമുണ്ടായി എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരു 14 വയസ്സുകാരിക്ക് കൂടി പാമ്പ് കടിയേറ്റിട്ടുണ്ട്. എരിവ സ്വദേശിയായ പെൺകുട്ടിക്കാണ് ഇന്നലെ രാത്രിയോടെ ആ കുട്ടിക്കും പാമ്പ് കടിച്ചു. അതും മൂർഖൻ തന്നെയായിരുന്നു. മൂർഖൻ പാമ്പിന്റെ കടിയാണ് കുട്ടിക്ക് ഏറ്റത്. തുടർന്ന് നിരവധി ഡോസ് ആന്റിവെനം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിലുള്ള കുട്ടി ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്. അപകടനില തരണം ചെയ്തു എന്നുള്ളതാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. നേരത്തെ രേണുക ചോദിച്ചതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ ആശുപത്രികൾ, താലൂക്ക് തലത്തിലുള്ള ഉൾപ്പെടെ മുകളിലേക്കുള്ള എല്ലാ ആശുപത്രികളിലും ആന്റിവെനത്തിന്റെ ഡോസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ആരോഗ്യ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. കാരണം കായംകുളത്തെ കേസിൽ അത്തരത്തിൽ മരുന്നില്ലായിരുന്നു എന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ 23 ഡോസ് ആന്റിവെനത്തിന്റെ
ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല എല്ലാ ആശുപത്രികളിലുമുണ്ട്. രക്തത്തിൽ കലർന്നാൽ മാത്രമേ ആന്റിവെനം നൽകി അത് പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. മറ്റ് കോശങ്ങളിലേക്കൊക്കെ പടർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസ്ക് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ 15 മിനിറ്റ് മാത്രം കടിയേറ്റ് 15 മിനിറ്റിനുള്ളിൽ എത്തിയ വീട്ടമ്മ ഉൾപ്പെടെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ശ്രദ്ധിച്ചു മുന്നേറുക എന്നുള്ളത് മാത്രമാണ്. ഈ ചൂടുകാലം ആയതുകൊണ്ട് തന്നെ കുട്ടനാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ അത്തരത്തിൽ ഇഴജന്തുക്കൾ മാളങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഇത്തരത്തിൽ തണുപ്പ് തേടി വരുന്നൊരു സാഹചര്യം, ഈർപ്പമുള്ള സ്ഥലത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഒരു ഭീതിയിൽ തന്നെയാണ് നാട്. തീർച്ചയായും എന്തായാലും ചൂട് കനക്കുമ്പോൾ ആ ആശങ്കയും കൂടുകയാണ്. ആലപ്പുഴയിൽ മറ്റൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്തു എന്ന കാര്യമാണ് ശരണ്യ പങ്കുവെക്കുന്നത്. പാലക്കാട് വെള്ളിനേഴിയിലും അങ്കണവാടി വർക്കർക്ക് പാമ്പ് കടിയേറ്റു എന്ന വിവരമുണ്ട്. കോഴഞ്ചിറ അങ്കണവാടി വർക്കർ വിശാലയ്ക്കാണ് കടിയേറ്റത്. പ്രജിത്ത് കോങ്ങാട് അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. പ്രജിത്ത്, എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചോ, ആന്റിവെനം നൽകിയോ? എന്താണ് ചികിത്സ സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക, ഇന്ന് രാവിലെ 11 മണിയോടുകൂടി കോരഞ്ചിറ 7-ാം വാർഡിലുള്ള വെള്ളിനഴി കോരഞ്ചിറ 7-ാം വാർഡിലുള്ള അംഗനവാടി വർക്കർ വിശാലയ്ക്കാണ് പാമ്പിന്റെ കടിയേറ്റത്. അംഗനവാടിക്ക് ചുറ്റുമുള്ള കാടുകൾ വെട്ടിത്തെളിക്കുന്നതിനിടെ അവിടെ നിന്നാണ് ഈ പാമ്പ് കടിയേറ്റത്. കുഴിമണിലി എന്ന ഇനത്തിൽപ്പെട്ട പാമ്പാണ് എന്നാണ് ഈ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നത്. അത് മാത്രമല്ല, ഇതൊരു വിഷപ്പാമ്പല്ല. അതാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത്. ഇവരെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ അറിയാൻ കഴിയുന്നത്. അത് മാത്രവുമല്ല, ഇന്ന് അംഗനവാടി ഒഴിവാണ്. അതുകൊണ്ട് അവിടെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ ഭീതിയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ശരി, പ്രജിത്ത് കോങ്ങാടാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ചിറയൻകീഴിൽ പാമ്പ് കടിയേറ്റ് മരിച്ച 8 വയസ്സുകാരന് ആന്റിവെനം നൽകിയില്ലെന്ന പരാതിയിൽ ജീവനക്കാർ DMOയ്ക്ക് മുന്നിൽ ഹാജരായി. ഇവരിൽ നിന്ന് വിശദീകരണം തേടും. കുട്ടിയുടെ മരണത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. അഭിലാഷ് ഉണ്ട് വിവരങ്ങളുമായി. അഭിലാഷ്, ഈ ചികിത്സ ലഭിക്കുന്നതിലെ കാലതാമസമാണ് കുട്ടിയുടെ മരണത്തിനിടയാക്കിയത് എന്ന ആരോപണത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഇതിൽ കുടുംബത്തിന്റെ പരാതിയിൽ നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? തീർച്ചയായും രേണുക, ആരോപണത്തിൽ കുടുംബം ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുകയാണ്. കാരണം ഈ മരണം സംഭവിച്ച ആ സമയം മുതൽ തന്നെ ഈ ചികിത്സ മതിയായ രീതിയിൽ ലഭിച്ചിരുന്നില്ല എന്നൊരു പരാതി ഉന്നയിച്ചിരുന്ന കുടുംബം അതിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പരാതിയുടെ ഈ ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നാട്ടുകാരും അതുപോലെ തന്നെ വിവിധ സംഘടനകളും ചേർന്ന് ആശുപത്രിയിൽ വളരെ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. തുടർന്നാണ് ആശുപത്രി സൂപ്രണ്ട് DMOയ്ക്ക് റിപ്പോർട്ട് നൽകിയ ഈ സംഭവത്തെ സംബന്ധിച്ച്. ആ റിപ്പോർട്ട് പ്രകാരം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നത് ആശുപത്രിയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നും കടിച്ചത് പാമ്പ് തന്നെയാണോ എന്ന് തിരിച്ചറിയാനുള്ള കാലതാമസം എടുത്തതാണ് അപകടത്തെ ഈ ഒരു വലിയ ദുരന്തത്തിലേക്ക് നയിച്ചതെന്നുമാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നത്. ഈ പ്രതിഷേധത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് DMOയെയും അതുപോലെ തന്നെ ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന കാഷ്വാലിറ്റി ഡോക്ടർ അതുപോലെ തന്നെ നഴ്സിംഗ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ളവരെ ഇന്ന് 11 മണിയോടുകൂടി DMOയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ DMO ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തുമെന്നാണ് ഇന്നലെയൊക്കെ നമുക്ക് ലഭിച്ചിരുന്ന വിവരം. എന്നാൽ ഇന്ന് രാവിലെയാണ് DMO ഓഫീസിലേക്ക് ഇവരെ വിളിച്ചു വരുത്തിയത്. അവരുമായി സംസാരിച്ച് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ തേടുകയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. എന്നാൽ ഇതേ സമയം തന്നെ ഈ ബന്ധുക്കൾ ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതോടൊപ്പം ഉന്നത തലങ്ങളിലേക്ക്, അതായത് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവരിലേക്ക് പരാതി നൽകാനുള്ള തീരുമാനവുമുണ്ട്. എന്തായാലും ഈ സംഭവം നിസ്സാരവൽക്കരിച്ച് കാണാൻ സാധിക്കില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് കുടുംബവും അതുപോലെ തന്നെ ഈ നാട്ടുകാരും കുടുംബത്തോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. രേണുക, ശരി, അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ഉള്ളിയേരിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ജോലി സ്ഥലത്ത് പെരുമ്പാമ്പ്. 3-ാം വാർഡിൽ പുതിയോട്ടിൽ പറമ്പിൽ പണിയെടുക്കുന്നതിനിടയിലാണ് പാമ്പിനെ കണ്ടത്. തൊഴിലാളിയായ ചന്ദ്രികയാണ് പാമ്പിനെ ആദ്യം കണ്ടത്. ഭയന്ന് നിലത്ത് വീണ ഇവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇവർ ആശുപത്രിയിലാണ്. പാമ്പിനെ പിന്നീട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടികൂടി. കോഴിക്കോട് കല്ലാച്ചിയിൽ പാമ്പിന്റെ ആക്രമണത്തിൽ നിന്ന് വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കല്ലാച്ചി സ്വദേശിയായ അബ്ദുൾ റാഷിദിന് നേരെയാണ് പാമ്പ് പാഞ്ഞെടുത്തത്. സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വാഹനത്തിന്റെ സമീപത്തേക്ക് ഈ കുട്ടി എത്തിയപ്പോഴാണ് അതിൽ നിന്ന് പാമ്പ് ചാടി വീഴുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നത്.
സംസ്ഥാനത്ത് കനത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഹീറ്റ് ആക്ഷൻ പ്ലാനുമായി സർക്കാർ. പൊതുവിടങ്ങളിൽ തണ്ണീർപന്തൽ ഉറപ്പാക്കണം. അങ്കണവാടികളിലും സ്കൂളുകളിലും കൂൾ റൂഫ് ഒരുക്കണമെന്നും മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ നിർദ്ദേശം. ജനങ്ങൾ അതീവ ജാഗ്രത കാട്ടണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ വേനൽക്കാലം കടുത്തതോടുകൂടി വലിയ രീതിയിലുള്ള ചൂട് ഉടനീളം അനുഭവപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് പാലക്കാടും കൊല്ലവും തൃശൂർ ജില്ലകളിലായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഈ 3 ജില്ലകളിലായി ഉഷ്ണതരംഗ സാധ്യതയടക്കം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ, അതായത് ഈ ഒരു സെൽഫ് ലോക്ഡൌൺ അടക്കമുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പല ഭാഗങ്ങളിലും സൂര്യാഘാതം അടക്കമുള്ള കാര്യങ്ങളിൽ പലർക്കും പരിക്കേൽക്കുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്തിരുന്നു. എന്തിനായാലും ഇതിലിപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിന്റെ നിർദ്ദേശങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു പല ഭാഗങ്ങളിലും, അതായത് കുടിവെള്ള പ്രശ്നമുള്ള ഭാഗങ്ങളിൽ കുടിവെള്ളം ഉറപ്പാക്കുക, ഒപ്പം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പണം കൂടുതൽ ചെലവഴിക്കാനുള്ള പണം ഒരുക്കുക, ഒപ്പം ഇതിന്റെ ഭാഗമായി അതായത് സ്കൂളുകളും അംഗനവാടികളും അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് കൂൾ റൂഫ് ഉറപ്പാക്കുക, തണ്ണീർപന്തലുകൾ ഒരുക്കുക, ട്രാഫിക് സമയത്തിന്റെ ദൈർഘ്യം കുറക്കുക എന്നടക്കമുള്ള നിർണായകമായ തീരുമാനങ്ങളാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് വരുന്നത്. ഒരു കാലത്ത് കണ്ടിട്ടില്ലാത്ത അത്ര തരത്തിലുള്ള വലിയ രീതിയിലുള്ള ചൂടാണ് അനുഭവപ്പെടുന്നത്. അത് ജനങ്ങളിൽ പ്രത്യാഘാതം ഉണ്ടാക്കി തുടങ്ങുകയും ചെയ്തതോടുകൂടിയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ യോഗം ചേർന്നുകൊണ്ട് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇപ്പോഴും അതായത് പാലക്കാട് ജില്ലയിൽ ഇന്നും കൊല്ലം ജില്ലയിലും 40 ഡിഗ്രിയും 39 ഡിഗ്രിയുമാണ് അനുഭവപ്പെടുന്ന ചൂട്. അത് തന്നെ വലിയ രീതിയിലുള്ള വർധനവാണ്. കഴിഞ്ഞ ദിവസം ഉഷ്ണതരംഗ സാധ്യതയും മുൻകൂട്ടി പറഞ്ഞിരുന്നു. എന്തിനായാലും ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ പാലിക്കണം. ഒപ്പം നിർജ്ജലീകരണവും നേരിട്ട് വെയിലേൽക്കുന്നത് 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണമെന്നുമാണ് സർക്കാരിൽ നിന്നും ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശം. ക്യാമറമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കടുത്ത ചൂടിനൊപ്പം സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗവും കുതിച്ചുയരുകയാണ്. പീക്ക് മണിക്കൂറുകളിലെ വൈദ്യുതി ഉപയോഗം ക്രമീകരിച്ച് സഹകരിക്കണമെന്ന് KECB ആവശ്യപ്പെട്ടു. എന്നാൽ സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഇല്ലെന്നും ഓവർലോഡ് ആകുമ്പോഴുള്ള സ്വാഭാവിക നിയന്ത്രണം മാത്രമാണുള്ളതെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. നിലവിലെ പ്രതിസന്ധിക്ക് കാരണം UDFന്റെ കാലത്തെ ദീർഘകാല കരാറുകൾ റദ്ദാക്കിയതാണെന്ന് പ്രതിപക്ഷ നേതാവും ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തിയതോടെ പീക്ക് സമയങ്ങളിലടക്കം കൃത്യമായ രീതിയിൽ ഉപഭോഗം കുറയ്ക്കണമെന്നാണ് ഇപ്പോൾ KECBയുടെ ഭാഗത്തുനിന്ന് വരുന്ന നിർദ്ദേശം. കാരണം ഈ ഒരു വൈകുന്നേരം 6 മണി മുതൽ 11 മണി വരെയും പകൽ ഓഫീസ് ടൈം, അതായത് പകൽ 6 മുതൽ 9 മണി വരെ അടക്കമുള്ള പീക്ക് സമയങ്ങളിൽ സർവകാല റെക്കോർഡിലാണ് ഇപ്പോൾ വൈദ്യുതി ഉപഭോഗം വരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി അടക്കം 6193 മെഗാവാട്ട് വൈദ്യുതി ഉപയോഗിച്ച 1 മിനിറ്റ് സമയമടക്കം KECBയുടെ ചരിത്രത്തിലാദ്യമായിട്ടുള്ള ഉപഭോഗ നിരക്കാണ്. ഈ സമയങ്ങളിൽ അതായത് KECBയുടെ കണക്കനുസരിച്ച് ഇത്തരത്തിലുള്ള പ്രതിസന്ധി വരുമ്പോൾ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും. കാരണം പരമാവധി ഈ ഒരു ഉപഭോഗത്തിനുള്ള ഒരു ശേഷി എന്ന് പറയുന്നത് 6300 മെഗാവാട്ടാണ്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ KECBയുടെ സംവിധാനങ്ങൾക്ക് അത് താങ്ങാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് വരും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ KECB ഇതിനു മുൻപ് നടത്തിയെങ്കിലും അതിലേക്ക്, അതായത് ഈ ഒരു ഉയർന്ന വൈദ്യുതി ഉപഭോഗം മറികടക്കാനുള്ളൊരു ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ഉയർന്ന നിരക്കിൽ പുറമേ നിന്നും വൈദ്യുതി എത്തിക്കാനുള്ളൊരു നീക്കവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. പവർ ഗ്രിഡിൽ നിന്നും താൽക്കാലികമായി വൈദ്യുതി വാങ്ങുന്നതിന് പല പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് പുറമേ നിന്നും ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങാനുള്ളൊരു നീക്കം ഇപ്പോൾ KECBയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തുതന്നെയായാലും ഇതിന്റെ ഭാഗമായി ഉത്തരവുകൾ ഇപ്പോൾ പൊതുജന താൽപര്യാർത്ഥം KECB പല രീതിയിലുള്ള അറിയിപ്പുകളും പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്തുതന്നെയായാലും പീക്ക് സമയങ്ങളിലും അല്ലാതെയുമുള്ള വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ചാൽ മാത്രമേ ലോഡ് ഷെഡിംഗ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിന്റെ ഭാഗമായുള്ള ലോഡ് ഷെഡിംഗ്, അതായത് അപ്രഖ്യാപിതമായിട്ടുള്ള ലോഡ് ഷെഡിംഗ് അത്രത്തിലില്ല എന്നാണ് ഇപ്പോൾ വൈദ്യുതി മന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഓവർലോഡ് വരുമ്പോഴേ ഡ്രിപ്പാകുകയാണ്. ഒരു ട്രാൻസ്ഫോർമറിൻ്റെ കപ്പാസിറ്റിക്കല്ലേ പോകാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ വരുമ്പോൾ ഡ്രിപ്പാകുകയാണ്. ഇപ്പം എന്താ പറയുക, ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഇഞ്ചക്ഷൻ കുക്കറിലേക്കാണ് പോകുന്നത്. അതൊക്കെ ഇതിനൊരു ഘടകമാണ്. ഇത് സ്വയം ആരും നിയന്ത്രിക്കുന്നില്ലല്ലോ. KECBയുടെ ഭാഗത്ത് നിയന്ത്രണമല്ല, നമുക്ക് അതിൻ്റെ ഷോർട്ടേജ് വരുമ്പോഴുള്ള നിയന്ത്രണം വരികയാണല്ലോ. 2 ദിവസം കൊണ്ട് പ്രശ്നം പരിഹരിക്കും. എന്ത് തന്നെയായാലും പല സ്ഥലങ്ങളിലും, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും അപ്രഖ്യാപിതമായ ലോഡ് ഷെഡിംഗ് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. അതിൽ ജനങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഈ ഒരു നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ കടക്കില്ല എന്നാണ് വൈദ്യുതി മന്ത്രി പറയുന്നതെങ്കിലും കേരളത്തിലെ രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ക്യാമറമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. രാത്രികാലങ്ങളിൽ വൈദ്യുതി തടസ്സപ്പെടുന്നതിൽ പ്രതിഷേധിച്ച് KECB തൊടുപുഴ സെഷൻ ഓഫീസിലേക്ക് വ്യത്യസ്ത പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തലയണയും പായയുമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയാണ് വ്യത്യസ്തമായി പ്രതിഷേധിച്ചത്. രാത്രി സെഷൻ ഓഫീസിൽ എത്തിയ പ്രവർത്തകർ പായ വിരിച്ചു കിടന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. ഒരാഴ്ചയായിട്ട് ഇവിടെ കറണ്ട് കെട്ടില്ല എന്ന് പറയുമല്ലോ.
ആദ്യമായിട്ട് നിങ്ങള് അവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇൻവേർട്ടർ കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് ഉറക്കം പറ്റില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ ആകെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, ഇതുപോലെ ഒരു ഫാൻ്റെ വീട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് ആകെ ഇനി ഈ നാട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം KSCB ഓഫീസാ. അപ്പൊ പിന്നെ ഇനി ഇവിടെ കിടക്കാൻ പറ്റുള്ളൂ, വേറെ സ്ഥലമില്ല പോയി കിടന്നുറങ്ങാനായിട്ട്. നമുക്ക് കറണ്ട് പോകുന്നു. ആ ഇത് രാവിലെ 5 മണിയാകുമ്പോഴാണ് ഉറങ്ങണേ. എങ്ങനെ ഉറങ്ങണത്? പരസ്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ 10 വർഷമായിട്ട് കറണ്ട് കെട്ടില്ലാന്ന് പോയി. കോടികൾ മുടക്കി പരസ്യം വേണ്ട സമയം മതി. തൃശൂരിൽ പൂരവിളംബരമായി. വടക്കുംനാഥനെ വലം വെച്ച് നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറന്നു. തുടർന്ന് ശ്രീമൂലസ്ഥാനത്തെത്തി നിലപാട് തറയെ വലം വെച്ചതോടെയാണ് പൂരവിളംബരമായത്. തെക്കേ ഗോപുരനട തുറന്നു. അങ്ങനെയാണ് പൂരവിളംബരമായിരിക്കുന്നത്. അവിടെ നിന്ന് CB അനുമോദും G ശ്രീജിത്തും വിവരങ്ങളുമായി ചേരുകയാണ്. നമുക്കറിയാം, മുണ്ടത്തിക്കോട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി ആചാരങ്ങൾ മാത്രമാണ് തൃശൂർ പൂരത്തിന്റെ ഭാഗമായി നടക്കുന്നത്. 15 പേരുടെ മരണമുണ്ടാക്കിയ വലിയ ആഘാതമുണ്ട്, വലിയ ദുരന്തത്തിന്റെ ഒരു സാഹചര്യവും ഒക്കെയുണ്ട്. അപ്പോൾ ആചാരം മാത്രമായി അവിടെ പൂരം നടക്കുകയാണ്. അവിടെ നിന്ന് G ശ്രീജിത്തും CB അനുമോദും വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, വലിയ ചൂടാണ്, 40 ഡിഗ്രിയിൽ വരെ എത്തിയിരിക്കുന്നു. പൂരം നടക്കുന്നയിടത്ത് ചൂട് എന്നതാണ് മനസ്സിലാകുന്നത്. പക്ഷേ അത് ആചാരങ്ങൾക്ക് ഒരു തരത്തിലും തടസ്സമാകുന്നില്ല. അത് കാണാനായി അവിടേക്ക് ആളുകൾ തടിച്ചു എത്തുന്നു എന്നതുകൂടി നമുക്ക് കാണാം. എന്താണ് ഇപ്പോഴത്തെ കാഴ്ചകൾ? പൂരത്തിൻ്റെ ചൂട് ഈ അന്തരീക്ഷത്തിലെ താപനിലയേക്കാൾ ഉയർന്നു നിൽക്കുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഈ ഒരു ആചാരം അനുഷ്ഠാനം എന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും പൂരത്തിൻ്റെ ആഘോഷത്തിന് ഒരു കുറവും വരില്ല എന്ന് ഇന്നത്തെ പൂര വിളംബര ദിവസത്തെ തിരക്കും ആവേശവും ആരവവും തെളിയിക്കുകയാണ്. രാവിലെ 8:30യോടെയാണ് നെയ്തലക്കാവുമ്പടി എഴുന്നള്ളത്ത് ആരംഭിച്ചത്. 12:25 തെക്കേ നട തുറന്ന് നെയ്തലക്കാവമ്മ പുറത്ത് ഇറങ്ങിയത്. തുടർന്ന് പൂര വിളംബരവും ശ്രീമൂലസ്ഥാനത്തെത്തി നിലപാട് തറയിലെത്തി നടത്തുകയും ചെയ്തതോടെ പൂരത്തിന് തുടക്കമായിരിക്കുകയാണ്. 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരം ഇതാ ഇവിടെ തുടങ്ങുന്നു. നാളെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 2 തരത്തിലാണ്. ഇത്തവണ കുടമാറ്റം 15 മിനിറ്റ് മാത്രമാണുള്ളത്, ഒപ്പം വെടിക്കെട്ടുമില്ല. ഇതെങ്ങനെ ഈ ഒരു പൂരത്തിലേക്കുള്ള ആളുകളുടെ വരവിനെ ബാധിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതോടൊപ്പം തന്നെ കനത്ത ചൂടും ഇട്ട് ഇതിനൊപ്പം ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്താണ് തെക്കേ നട തുറന്ന സമയത്ത് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ശ്രീജിത്ത്, കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു ജനബാഹുല്യം ഈ പൂരവിളംബര സമയത്ത് ഇന്ന് കാണാൻ സാധിച്ചു. അനുമത്, എനിക്ക് തോന്നി വളരെ വിഷമം നിറഞ്ഞ അന്തരീക്ഷമാണെങ്കിൽ പോലും ആൾത്തിരക്കിന് യാതൊരു കുറവുമില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണത്തെ ഒക്കെ പോലെ തന്നെ തെക്കേ ഗോപുര നട തുറന്ന് എറണാകുളം ശിവകുമാർ നെയ്തലക്കാവിലമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ പ്രദേശമാകെ നിറഞ്ഞ് ആളുകൾ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വലിയ ആരവത്തോടു കൂടിയാണ്
ഈ ഭക്തരെല്ലാവരും പൂരപ്രേമികളെല്ലാവരും അവിടെ നിന്നത് എന്നുള്ളതാണ്. ഒരാശ്വാസമുള്ളത് രേണുക നേരത്തെ സൂചിപ്പിച്ച ചൂടിൻ്റെ താപനില അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഏതാണ്ടൊരു 11 മണിക്ക് ശേഷം കാര്യമായി സൂര്യൻ നേരിട്ട് ഉദിച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അതുതന്നെയാണ് സാഹചര്യം. ഒരല്പം മൂടാപ്പുണ്ട് എന്നുള്ളത്. അതല്ലെങ്കിൽ ഈ താപനില എങ്ങനെ നേരിട്ട് ആളുകൾ നേരിട്ട് കൊള്ളും എന്നുള്ളൊരു ആശങ്ക നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. കാരണം ഉഷ്ണതരംഗമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. എന്തായാലും ഇതൊന്നും ആളുകൾ മൈൻഡ് ചെയ്തില്ല, കാര്യമാക്കിയില്ല എന്നുള്ള കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് പൂരത്തിൻ്റെ ചടങ്ങുകളാണ്, ആചാരമാണ്. പക്ഷേ ഈ ആചാരത്തിനൊപ്പം തന്നെ അതിൻ്റെ ഒരു ആവേശവും ഇന്ന് തന്നെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ എനിക്ക് തോന്നുന്നു തൃശ്ശൂരുകാരെ സംബന്ധിച്ച് അത്യന്തം ദുഃഖഭരിതമായ ഒരു അന്തരീക്ഷമാണ്. പക്ഷേ ഇതൊരു അതിജീവനം വളരെ വേഗത്തിൽ ഇതിൽ നിന്നൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ വളരെ വേഗത്തിൽ അവർ തയ്യാറെടുക്കുന്നു എന്നുള്ളൊരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. നാളെ ആണെങ്കിലും അനുമോദ് ഇന്നിങ്ങനെയാണ്, ഇതൊരു സാമ്പിൾ പോലെയാണ്. ശരിയാണ്, വെടിക്കെട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കുടമാറ്റം പോലും ഏതാണ്ട് കാഴ്ചക്കാരെ ഒന്ന് അമ്പരപ്പിക്കുന്ന തരത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അല്ലേ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടമാറ്റമാണ്. പൂരത്തിൻ്റെ ഒരു സസ്പെൻസ് ഒളിപ്പിച്ചു വെച്ചത്. പക്ഷേ ഈ കുടമാറ്റമൊക്കെ തിരുവമ്പാടി ദിവസത്തിലെ പ്രതിനിധി നമ്മൾ കണ്ടപ്പോൾ സംസാരിച്ചപ്പോൾ ശ്രീത്ത് കേട്ടല്ലോ, അവർക്ക് മാനസികമായിട്ട് തന്നെ പൂർണ്ണമായിട്ടും തകർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. ഇതിനൊക്കെ മുൻകൈ എടുക്കുന്ന 5 പേരെയാണ് അവർക്ക് നഷ്ടമായത്. അപ്പോൾ വലിയ സസ്പെൻസ് ഒന്ന് ഒളിപ്പിച്ചു വെച്ച് ആവേശത്തിലേക്ക് അഴുത്താനുണ്ടാവില്ല. ഒരുപക്ഷെ ആചാരം എന്ന നിലയ്ക്ക് ഇതൊരു സെറ്റ് കുടകൾ ഉണ്ടാകില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. സാധാരണ കുടകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അതേ സ്പെഷ്യൽ കുടകൾ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ 15 മിനിറ്റിൽ ഒരു 10-15 കുടകൾ മാറി അവസാനിപ്പിക്കുന്ന തരത്തിലേക്കാകും പോവുക. വെടിക്കെട്ട് തീരെ ഉണ്ടാകില്ല. ഇന്ന് തന്നെ ഈ ഒരു തിരുവമ്പാടിയുടെ ലൈസൻസിയായ മുണ്ടത്തിക്കോട് സതീശൻ്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിന് നടക്കാൻ പോവുകയാണ്. പൊതുദർശനം നടക്കുന്ന സമയത്താണ് ഈ പൂരവിളംബരത്തിൻ്റെ ചടങ്ങുകളൊക്കെ ഉണ്ടായത്. അപ്പോൾ കുറേ പേർ അവിടേക്ക് പോയതിൻ്റെ അതിൻ്റെ ഒരു കുറവും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. ഇവിടെ എത്തിയവർ തന്നെ മാനസികമായിട്ട് പൂർണ്ണമായിട്ടും ഈ പൂരം ആസ്വദിക്കുന്ന അവസ്ഥയിലുമല്ല. എന്നിരുന്നാൽ തന്നെയും ഇത് ഒരു തൃശ്ശൂരിൻ്റെ ഒരു സാമ്പത്തിക സ്രോതസ്സിന് നട്ടെല്ലാണ് ഈ തൃശ്ശൂർ പൂരം എന്നുള്ളത്. അപ്പോൾ പല സാഹചര്യങ്ങളുണ്ടെങ്കിലും വൈകാരികമായിട്ടല്ല, ചിന്തിച്ചുകൊണ്ട് നടപടിയെടുത്തു എന്നാണ് തിരുവമ്പാടി സെക്രട്ടറി ഗിരീഷ് ഇന്നലെ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ആ ഒരു ദുരന്തത്തെ അതിജീവിക്കുക, മറികടക്കുക എന്നതിന് ഈ ഒരു പൂരം ഇത്തരത്തിൽ കൊണ്ടുപോയേ തീരൂ. ഒപ്പം ആഘോഷങ്ങൾ കുറച്ച് മാറ്റുകൾ മാറ്റിവെച്ച് ചടങ്ങുകൾ മാത്രമാക്കി നടത്തുമ്പോഴും തൃശ്ശൂർ പൂരം ആളുകൾ തൃശ്ശൂർ പൂരമായിട്ട് തന്നെ ആസ്വദിക്കുന്നുണ്ട്. എത്ര പേർ പക്ഷേ കേരളത്തിലെ തൃശ്ശൂരിൽ നിന്ന് പുറത്തുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് നമുക്ക് നാളെ കണ്ടറിയേണ്ടതായിട്ടുള്ളത്. രേണുക. ശരി, CB അനുമോദും G ശ്രീജിത്തുമാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. തൃശൂർ പൂരത്തിൽ ഇത്തവണ പാറമേക്കാവിലമ്മയുടെ തിടമ്പേറ്റാൻ കൊല്ലം തൃക്കടവൂരിൽ നിന്ന് ഗജരാജരത്നം തൃക്കടവൂർ ശിവരാജു യാത്ര തിരിച്ചു. തൃക്കടവൂരപ്പനെ വണങ്ങി ആരാധകരുടെ ആവേശം ഏറ്റുവാങ്ങിയാണ് ശിവരാജുവിന്റെ യാത്ര. പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലായിരുന്നു പൂരങ്ങളുടെ ദേശമായ തൃശൂരിലേക്ക് യാത്ര തിരിച്ചത്. വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കി ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെയാണ് ശിവരാജുവിനെ തൃശൂർ പൂരത്തിലേക്ക് കൊണ്ടുപോയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആനകളിൽ തലയെടുപ്പും ലക്ഷണ സൗന്ദര്യവും കൊണ്ട് ശ്രദ്ധേയനായ ഗജവീരനാണ് ശിവരാജു. തെക്കൻ കേരളത്തിൽ വലിയ ആരാധക പിന്തുണയുള്ള ആന കൂടിയാണ്. ശിവരാജുവിനെ പൂരത്തിലേക്ക് എത്തിക്കുന്നതിനായി ആവശ്യമായ 2.5 ലക്ഷം രൂപ ആരാധകർ തന്നെ സമാഹരിച്ച് ദേവസ്വം ബോർഡിന് കൈമാറിയിരുന്നു. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ള ആനപ്രേമികൾ വലിയ ആവേശത്തോടെയാണ് ശിവരാജുവിനെ യാത്രയച്ചത്. തൃക്കടവൂരപ്പൻ്റെ ഒരു ഭാഗ്യം കൊണ്ടാണ് നമുക്ക് ശിവരാജുവിനെ അവിടെ എഴുന്നള്ളിക്കാൻ അവസരം കിട്ടിയത്. പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പ് ഏറ്റാനുള്ള ഭാഗ്യമാണ് തൃക്കടവൂർ ശിവരാജുവിന് ലഭിച്ചിരിക്കുന്നത്. എല്ലാം ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. പിന്നെ തിരിച്ചു വരുമ്പം ഗംഭീരമായ ഒരു സ്വീകരണം നൽകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഗംഭീരമായ നടയും തലയെടുപ്പും കൊണ്ട് ആരാധകരെ വിസ്മയിപ്പിച്ച ശിവരാജുവിനെ ഇത്തവണ തൃശൂർ പൂരത്തിൽ നായകനായി കാണാൻ ആബാലവൃദ്ധ ആരാധകരും കാത്തിരിക്കുകയാണ്. ശിവരാജുവിന്റെ ഓരോ ചുവടും ഇനി പൂരത്തിന്റെ താളത്തിലേക്കാണ്. ന്യൂസ് 18 കൊല്ലം. മറ്റു വാർത്തകളിലേക്ക്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം സൈബർ ഇടങ്ങളിൽ തുറന്ന പോരിലേക്ക്. മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാൻ പ്രചാരണം ശക്തമാക്കണമെന്ന് വ്യക്തമാക്കുന്ന PD അനുകൂല വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ചാറ്റുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് വിവാദം. മറുചേരി സമൂഹമാധ്യമങ്ങളിൽ ചാറ്റുകൾ പ്രചരിപ്പിച്ചതോടെ കരുതലോടെയാണ് VD പക്ഷത്തിന്റെ നീക്കം. അതേസമയം KPCC ഡിജിറ്റൽ മീഡിയ സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് ഹൈബി ഈഡൻ MP KPCC അധ്യക്ഷന് കത്ത് നൽകി. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള പരസ്യ പോരിന് ഹൈക്കമാൻഡ് കർശനമായ വിലക്ക് ഏർപ്പെടുത്തിയിട്ടും സൈബർ ഇടങ്ങളിൽ ആ പോര് അങ്ങനെ തന്നെ തുടരുന്നതിനിടയിലാണ്
VD സതീശനെ അനുകൂലിക്കുന്ന വാട്സാപ്പ് ചാറ്റുകൾ ഉൾപ്പെടുന്ന സ്ക്രീൻഷോട്ടുകൾ കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പിൽ നിന്ന് ലീക്കായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഹൈക്കമാൻഡിനെടുത്ത മറുവിഭാഗം എത്തിച്ചെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ചില ശബ്ദ സന്ദേശങ്ങളും VD സതീശനെ ഏത് തരത്തിൽ ഉയർത്തിക്കാണിക്കണം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈബി ഈഡൻ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് കത്ത് നൽകിയെന്ന വിവരം കൂടി പുറത്തു വരുന്നത്. നേരത്തെ തന്നെ പാർട്ടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഇങ്ങനെയൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിൽ ആ ഉത്തരവാദിത്തത്തിൽ തന്നെ നീക്കണമെന്ന ആവശ്യം മാത്രമാണ് നേതൃത്വത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്നതെന്നാണ് ഔദ്യോഗികമായി ഹൈബി ഈഡൻ പറയുന്ന വിശദീകരണം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഡിജിറ്റൽ മീഡിയ സെല്ലിലെ കോർഡിനേറ്ററാണ് VD സതീശന് വേണ്ടി ഇന്നലെ വാട്സപ്പ് ചാറ്റുകൾ പ്രധാനമായി ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്ത വിമല ബിനു. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ തന്നെ പരസ്പരം ചേരിതിരിഞ്ഞ് നേതാക്കൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് ഹൈബി ഈഡൻ എത്തുന്നതെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. പക്ഷേ KPCC നേതൃത്വം ഒരു തരത്തിലും ഈ രാജ്യസന്നദ്ധതയോട് പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ഫ്ലെക്സ് ബോർഡുകൾ മറ്റ് സ്ഥലങ്ങളിലും ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും 3 നേതാക്കളുടെയും പേര് പറഞ്ഞുകൊണ്ട് VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും KC വേണുഗോപാലിൻ്റെയും പേര് പറഞ്ഞുകൊണ്ടുള്ള വലിയ തരത്തിലുള്ള പ്രചാരണമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി പരസ്യമായ ഒരു പോരിലേക്ക് ഇത് നീങ്ങുമോ എന്ന ആശങ്ക നേതൃത്വത്തിന് മുമ്പിൽ ഉയരുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ആലുവയിൽ VD സതീശനെ അനുകൂലിച്ച് ഹോർഡിംഗ്. UDF ജയിക്കും, സതീശൻ നയിക്കും എന്നാണ് ഹോർഡിംഗിലെ വാചകം. ആലുവ തോട്ടുമുഖം ഭാഗത്ത് കെട്ടിടത്തിന് മുകളിലാണ് വലിയ ഫ്ലെക്സ് ഉയർന്നത്. എന്നാൽ പ്രാദേശിക പ്രവർത്തകരുടെ വികാരമാണ് ഫ്ലെക്സിന് പിന്നിലെന്നും നേതാക്കളോട് ആലോചിച്ച് ഫ്ലെക്സ് മാറ്റുന്നതിൽ തീരുമാനമെടുക്കുമെന്നും കീഴ്മാട് മണ്ഡലം പ്രസിഡന്റ് ഷറഫുദ്ദീൻ പറഞ്ഞു. VD സതീശനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഹോർഡിംഗ്സുകൾ കേരളത്തിൽ മലപ്പുറത്ത്, അതുപോലെ ഇപ്പോൾ ആലുവയിലും അത്തരമൊരു ഹോർഡിംഗ്, വലിയൊരു ഹോർഡിംഗ് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. കീഴ്മാട് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുകളിലായിട്ട് തന്നെയാണ് ഈ ഒരു ഹോർഡിംഗ് ഉള്ളത്. പ്രാദേശികമായിട്ട് ഓരോരുത്തർക്കും ഓരോ വികാരങ്ങളുണ്ട്. ഇന്ന ആളാവണം എന്നുള്ള വികാരമുണ്ട്. പ്രത്യേകിച്ച് VD സതീശനെ സംബന്ധിച്ച് പറയുമ്പോൾ നിലപാടെടുത്ത് പോകുന്ന നേതാവ് എന്ന നിലയിൽ ആളുകൾക്ക് വലിയൊരു താല്പര്യമുണ്ട്. അതുപോലെ തന്നെയാണ് ചെന്നിത്തലയോടും താല്പര്യമുള്ള ആളുകളുണ്ട് ആലുവയെ സംബന്ധിച്ചിടത്തോളം. ചെന്നിത്തലയെ പുകഴ്ത്തി റീലുമായി കോൺഗ്രസ് പ്രവർത്തകർ. ചെന്നിത്തലയുടെ പഴയ ചിത്രങ്ങൾ ചേർത്തുവെച്ച വീഡിയോയിൽ രമേശ് ജിയെ അറിയാമോ എന്ന ഗാനവും മിക്സ് ചെയ്താണ് വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത്. നേതാവിനെ അറിയാമോ, ആരണഗാഥ അറിയാമോ, മണിമല ആറ്റിനുമറിയാം, വേമ്പനാട് കാറ്റിനുമറിയാം, തണ്ടൊടിഞ്ഞിട്ടും വാടാതങ്ങനെ നിൽപ്പാണവനൊരു ചെമ്പനി നീർപ്പൂവ്. രമേശ് ജിയെ അറിയാമോ. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി തർക്കം തുടരുമ്പോൾ പരസ്യ പ്രസ്താവനകൾ പാടില്ല എന്ന് KPCC. സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രവർത്തകരും നേതാക്കളും അച്ചടക്കം പാലിക്കണം. വിലക്ക് ലംഘിച്ചാൽ കർശന നടപടിയെന്നും KPCC നേതൃത്വം മുന്നറിയിപ്പ് നൽകി. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഡാൻ, ഓരോ ദിവസം കഴിയും തോറും മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള അവകാശവാദം കൂടുതൽ ശക്തമാക്കുകയാണ് 3 നേതാക്കളും അണികളും. എന്താണ് KPCC നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ KPCCയുടെയും ഹൈക്കമാൻഡിന്റെയും ഒക്കെ നിർദ്ദേശമുള്ളപ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്. KPCC അധ്യക്ഷന്റെ പേരിലാണ് അല്പസമയം മുമ്പ് വാർത്താക്കുറിപ്പായി ഔദ്യോഗികമായ ഒരു വിശദീകരണം ഇറങ്ങിയിരിക്കുന്നത്. അതൊരു മുന്നറിയിപ്പായി എല്ലാവരും എടുക്കണമെന്നാണ് നിർദ്ദേശം. AICC നേതൃത്വം ആദ്യം നൽകിയ നിർദ്ദേശം മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം പരിധി വിട്ട് സൈബർ ഇടങ്ങളിൽ വ്യാപകമായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് അടിയന്തരമായ ഇടപെടലുമായി ഇപ്പോൾ KPCC നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു തരത്തിലും ഇത്തരം ചർച്ചകൾ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതുവരെ അനുവദിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിന് വ്യവസ്ഥാപിതമായ മാർഗമുണ്ട്. അതിനപ്പുറത്തേക്ക് വോട്ട് ചെയ്ത ജനങ്ങളെ അസംതൃപ്തരാക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള പരസ്യപ്പോര് പാർട്ടിക്ക് മുഴുവൻ അവമതിപ്പുണ്ടാക്കും. അങ്ങനെ ഒരു കാര്യം വെച്ചു പൊറിപ്പിക്കാനാവില്ല. AICCയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട അന്ത്യശാസ്ത്രം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇനി ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണം നടത്തുകയോ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത്തരം വിഷയങ്ങളിൽ ഒരു നിലപാട് അറിയിച്ചുകൊണ്ട് വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയോ ചെയ്താൽ അവർക്കെതിരെ മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പേരിലുള്ള വാർത്താക്കുറിപ്പ് അല്പസമയം മുമ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.
കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം സ്വാഭാവികം എന്നാണ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ പ്രതികരണം. ഇതിലും വലിയ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM പരാജയം ഉറപ്പിച്ചു. അതിന്റെ തെളിവാണ് നാദാപുരം, കുറ്റ്യാടി മണ്ഡലങ്ങളിലെ UDF BJP ഡീൽ ആരോപണം. കുപ്രചരണം നടത്തുന്നത് CPM രീതിയാണെന്നും PMA സലാം പറഞ്ഞു. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ജനങ്ങൾ ചുമതലപ്പെടുത്തിയ ഒരു മുന്നണി എന്ന നിലക്ക് മുഖ്യമന്ത്രിയെക്കുറിച്ച് ഞങ്ങളല്ലേ ചർച്ച ചെയ്യേണ്ടത്? UDF ചർച്ച ചെയ്യും, അത് സ്വാഭാവികമാണ്. ആ ചർച്ചകൾ ഉരുത്തിരിഞ്ഞൊരു തീരുമാനം വരും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിലുള്ള തർക്കങ്ങൾ, രൂക്ഷമായ തർക്കങ്ങൾ ഉണ്ടായ സമയത്ത് പോലും അത് അവസാനിപ്പിക്കാനും ഒരുമിച്ച് പോകാനും നല്ല വിജയം നേടാനൊക്കെ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. അതിന് പറ്റിയ നേതൃത്വമൊക്കെ അവരിലുണ്ട്. അതവർ ഉപയോഗപ്പെടുത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. യഥാർത്ഥ BJPയും CPMഉം തമ്മിലാണ് സഖ്യം. അപ്പോൾ അതിന് BJPയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ അത് ദുരുപയോഗം ചെയ്തിട്ടുണ്ടാകാം. ഗോവിന്ദമാഷ് പിടിവള്ളി കിട്ടിയപ്പോൾ അതിൽ ചാടി വീണിട്ടുണ്ടാകാം. അതൊന്നും ബാധിക്കുന്നില്ല. ഇത്തരം വ്യാജ പ്രചാരവേലകൾ CPMന്റെ ഒരു പൊതു നയമാണ്. പരാജയം മുൻകൂട്ടി കാണുമ്പോൾ അവർ എടുക്കുന്ന ഒരു നിലപാടാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മളെ കണ്ടിട്ടുണ്ട്. അതും സത്യവുമായി യാതൊരു ബന്ധവുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലിനായി മുസ്ലിം ലീഗ് നേതൃയോഗം തുടരുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ജില്ലാ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ പറന്ന സംഭവത്തിൽ വിശദീകരണം തൃപ്തികരമല്ലെന്ന് ADGPയുടെ റിപ്പോർട്ട്. കാലാവസ്ഥ മോശമായതിനെ തുടർന്നാണ് ഹെലികോപ്റ്റർ എത്തിയതെന്നായിരുന്നു കോസ്റ്റ് ഗാർഡ് നൽകിയ വിശദീകരണം. പൈലറ്റുമാരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തണമെന്നും വിശദമായ അന്വേഷണം വേണമെന്നുമാണ് ADGP ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത്. അതീവ സുരക്ഷാ മേഖലയായ ശബരിമല സന്നിധാനത്തെ ക്ഷേത്രത്തിന്റെ മുകളിൽ കൂടി കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ പറന്നതാണ് വിവാദമായത്. ആ വിവാദവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സ്പെഷ്യൽ കമ്മീഷണർ ഇന്നലെ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ റിപ്പോർട്ടിലാണ് ADGP തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഗുരുതര സുരക്ഷാ ലംഘനമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. കോസ്റ്റ് ഗാർഡ് ഇത് സംബന്ധിച്ച് ഇന്നലെ തന്നെ വിശദീകരണം നൽകിയിരുന്നു. ആ വിശദീകരണം തൃപ്തികരമല്ല എന്നുള്ളതാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ദിശ മാറി സഞ്ചരിച്ചാണ് ഹെലികോപ്റ്റർ സന്നിധാനത്തിന് മുകളിലെത്തിയെന്നുള്ള വിശദീകരണമാണ് കോസ്റ്റ് ഗാർഡ് നൽകിയത്. ഒപ്പം ഈ സന്നിധാനത്തിന് മുകളിൽ, അത് ക്ഷേത്രത്തിന് മുകളിൽ 4 തവണ ഹെലികോപ്റ്റർ വട്ടമിട്ട് പറക്കുകയുണ്ടായി. ആ സമയത്താണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ, സന്നിധാനത്തുള്ള ജീവനക്കാർ ഹെലികോപ്റ്റർ ദൃശ്യം പകർത്തിയത്. എന്തായാലും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഈ ശബരിമല പോലുള്ള അതീവ സുരക്ഷാ മേഖലയിൽ അത് ലംഘിച്ചുകൊണ്ട് ഹെലികോപ്റ്റർ എത്തിയത്, അതിലുള്ള നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ADGP നൽകിയ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ പമ്പ, സന്നിധാനം, നിലയ്ക്കൽ അടക്കമുള്ള പ്രദേശങ്ങൾ സുരക്ഷാ മേഖലയായിട്ടാണ് കരുതപ്പെടുന്നത്. ആ മേഖലകളിൽ സാധാരണ നിലയ്ക്കലിൽ തന്നെ VIPs ഹെലികോപ്റ്റർ വന്നാൽ പോലീസിനെ അറിയിച്ചതിന് ശേഷം കാറ് മാർഗമാണ് സന്നിധാനത്തെത്തുക. ഇതെല്ലാം ലംഘിച്ചുകൊണ്ട് പമ്പയിലെ പോലീസിനെ പോലും അറിയിക്കാതെ ഒരു കാരണവുമില്ലാതെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഹെലികോപ്റ്റർ അവിടെ എത്തി എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് വിശദമായി പൈലറ്റുമാരുടെ മൊഴി അടക്കം എടുത്തുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. സന്നിധാനത്തിന്റെ ശ്രീകോവിൽ ഈ ഹെലികോപ്റ്ററിൽ നിന്നുകൊണ്ട് തന്നെ സന്നിധാനത്തെ ചിത്രങ്ങൾ പൈലറ്റുമാർ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ സുരക്ഷാ ജീവനക്കാർ പറയുന്നു. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവമുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് കൃത്യമായ ഒരു മൊഴിയെടുപ്പ്, പൈലറ്റുമാരുടെ ഒരു മൊഴി ശേഖരിക്കണം എന്നുകൂടി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം എന്നുള്ള കാര്യം, ആ കാര്യത്തിൽ കൂടി ആ ദിവസത്തെ കാലാവസ്ഥ റിപ്പോർട്ട് കൂടി ശേഖരിക്കണം എന്നുകൂടി സൂചിപ്പിക്കുന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ സുരക്ഷാ ലംഘനം ഈ ഹെലികോപ്റ്റർ സന്നിധാനത്തിന് മുകളിലൂടെ പറന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നാണ് ADGP ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. BJPയുടെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ BJP നേതാവ് R ശ്രീലേഖയെ പ്രതി ചേർത്തു. ഡെപ്യൂട്ടി മേയർ ആശാനാഥ് GSനെയും കേസിൽ പ്രതിയാക്കി പോലീസ് പുതിയ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. സംഭവത്തിൽ ശ്രീലേഖയെ പ്രതി ചേർക്കാതിരുന്നത് വിവാദമായിരുന്നു. തിരുവനന്തപുരം മലമുകളിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട BJP പ്രതിഷേധത്തിലാണ് ഇപ്പോൾ R ശ്രീലേഖയ്ക്കെതിരെയും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ആശാനാഥിനെതിരെയും ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതിന് പ്രധാനമായി കാണേണ്ടത് ഒരു ചെറിയ തർക്കം അത് രാഷ്ട്രീയമായി മാറുകയും പിന്നീട് അന്ന് പോലീസിനും ഒപ്പം BJP പ്രവർത്തകർക്കും അവിടുത്തെ നാട്ടുകാർക്കും അടക്കം പരിക്കേൽക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട്, അതായത് ഈ ഒരു കേസിൽ പ്രതിയായിട്ടുള്ള ബിനിലിനെ ക്ഷേത്രത്തിൽ കയറി അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് AR ക്യാമ്പിൽ വെച്ചിട്ടും പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടും ക്രൂരമായി മർദ്ദിച്ചു എന്നാരോപിച്ചായിരുന്നു BJPയുടെ പ്രതിഷേധമുണ്ടായിരുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും അടക്കം ചെയ്ത ഈ ഒരു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത് R ശ്രീലേഖയായിരുന്നു.
ഒപ്പം അത് ആശാനാഥ് അടക്കം അതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും തുടക്കത്തിൽ കണ്ടാൽ അറിയുന്ന 50 പേർക്കെതിരെയായിരുന്നു പോലീസ് കേസെടുത്തിരുന്നത്. പക്ഷേ സമരം ഉദ്ഘാടനം ചെയ്ത ആർ.സി. ലീഗയും ആശാനാഥിനെതിരെയും കേസെടുക്കാത്തതിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ ആർ.സി. ലീഗയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുതന്നെയായാലും മുൻ DGP ആയിരുന്ന ഒരു വ്യക്തി അത് പോലീസ് സ്റ്റേഷനെതിരെ മുദ്രാവാക്യം വിളിക്കുക, സമരം ചെയ്യുക, ഒപ്പം ഈ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്ന രീതിയിലുള്ള വളരെ കൗതുകമായ കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുതന്നെയായാലും ഇതിന്റെ കേസിന്റെ തുടർ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇനി വിശദീകരണം വരേണ്ടതുണ്ട്. എന്തുതന്നെയായാലും ഇതിന്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുകയും ചെയ്യുന്നത്. ക്യാമറമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ആത്മീയ ആചാര്യനും ശ്രീനാരായണ ഗുരുകുലം അധ്യക്ഷനുമായ മുനി നാരായണ പ്രസാദ് അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ പുലർച്ചെ 3:55 അന്ത്യം സംഭവിച്ചത്. ശ്രീനാരായണ ഗുരുകുലത്തിൽ പൊതുദർശനം തുടരുകയാണ്. നിരവധി പേർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നുണ്ട്. വൈകിട്ട് 5 നടരാജഗിരിയിലാണ് സംസ്കാര ചടങ്ങുകൾ. 2024 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച മുനി നാരായണ പ്രസാദിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. നിത്യചൈതന്യ യതിയുടെ പ്രധാന ശിഷ്യനായിരുന്നു. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 90ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ അദ്ദേഹം സർക്കാർ സർവീസിൽ എഞ്ചിനീയറായി ജോലി ചെയ്യവെയാണ് നടരാജഗുരുവിന്റെ ശിഷ്യനാകുന്നത്. ഗുരു നിത്യചൈതന്യ യതിയിൽ നിന്നാണ് സന്യാസ ദീക്ഷ സ്വീകരിച്ചത്. ഏറെക്കാലം ഊട്ടിയിലെ ഹോൺഹില്ലിൽ യതിയോടൊപ്പമായിരുന്നു മുനി നാരായണ പ്രസാദിന്റെ ജീവിതം. എറണാകുളത്ത് ടൂറിസ്റ്റ് ബസ്സിൽ ട്രക്ക് ഉരസിയതിന് ട്രക്ക് ഡ്രൈവർക്കും സഹായിക്കും ക്രൂരമർദ്ദനം. പഴനിയിൽ തീർത്ഥാടനം കഴിഞ്ഞ് തിരുവല്ലയ്ക്ക് മടങ്ങിയ സംഘമാണ് ആക്രമിച്ചത്. ഇന്ന് പുലർച്ചെ ആലുവ മുട്ടത്തായിരുന്നു സംഭവം. ട്രക്കിന്റെ ചില്ലുകളും അക്രമികൾ തകർത്തു. ടൂറിസ്റ്റ് ബസ്സിലുണ്ടായിരുന്ന രാജേഷ് എന്നയാളെ ആലുവ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതന്നെ വണ്ടി ഒരു വണ്ടിയല്ലേ മലപ്പുറം വളാഞ്ചേരി കാവുംപുറം അമ്പലപ്പറമ്പിൽ ബൈക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. വളാഞ്ചേരി സ്വദേശി അജ്മലാണ് മരിച്ചത്. പുലർച്ചെ വളാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. പുലർച്ചെ പള്ളിയിലേക്ക് പോയ നാട്ടുകാരാണ് റോഡരികിൽ അപകടത്തിൽപ്പെട്ട നിലയിൽ അജ്മലിനെ കണ്ടത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടുക്കി മേലെ ചെമ്മണ്ണാറിൽ ജീപ്പ് മറിഞ്ഞ് ഒരാൾ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. ഉടുമ്പൻചോല സ്വദേശി സിനു ആണ് മരിച്ചത്. ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. വട്ടപ്പാറ ഭാഗത്തു നിന്നും ഉടുമ്പൻചോലയിലേക്ക് വരികയായിരുന്ന ജീപ്പ് കുത്തിറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് മറിഞ്ഞത്. തെറിച്ചു വീണ സിനുവിനെ ശരീരത്തിലൂടെ വാഹനം കയറിയിറങ്ങിയാണ് മരണം സംഭവിച്ചത്. കൊല്ലത്ത് UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയെ തോൽപ്പിക്കാൻ RSP പ്രാദേശിക നേതാക്കൾ വോട്ട് മറിച്ചെന്ന് പരാതി. CPM കൊല്ലം ജില്ലാ നേതൃത്വത്തിലെ 3 പേരുമായി RSP കൊല്ലം സൌത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ കൂടിക്കാഴ്ച നടത്തി. കൊട്ടിക്കലാശത്തിന് തലേ ദിവസം രാത്രിയായിരുന്നു ഈ കൂടിക്കാഴ്ച. എന്നാൽ സ്ഥാനാർത്ഥികളുടെ ജോലി വോട്ട് ചോദിക്കുക മാത്രമെന്നായിരുന്നു ബിന്ദു കൃഷ്ണയുടെ പ്രതികരണം. ഈ തെരഞ്ഞെടുപ്പില് സ്ഥാനാർത്ഥിയുടെ ജോലി വോട്ട് ചോദിക്കുക, വോട്ട് പിടിക്കുക, ഞാൻ അത് ചെയ്തു. ബാക്കി കാര്യങ്ങളൊക്കെ പാർട്ടി അല്ല. ഇത്ര ഹീനമായ പ്രവൃത്തി ശരിയാണോ? ശരി മാത്രമാണ്. വിനീഷ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനീഷ്, കൊല്ലത്ത് RSP നിർണായക ശക്തിയാണ്. മുന്നണിക്കുള്ളിൽ ഇത്തരമൊരു പരാതി ഗൗരവമായി തന്നെ ഉണ്ടോ? എന്താണ് RSP നേതൃത്വത്തിൻ്റേത് ഉൾപ്പെടെ ഈ വിഷയത്തിലുള്ള പ്രതികരണം? തീർച്ചയായും രേണുക, കൊല്ലത്തെ UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ബിന്ദുകൃഷ്ണ. ബിന്ദുകൃഷ്ണക്കെതിരെ RSP പ്രാദേശിക നേതാക്കളുടെ ഒരു ഗൂഢാലോചന നടത്തിയെന്നാണ് ഇപ്പോൾ ഒരു
ആരോപണം ഉയർന്നിരിക്കുന്നത്. CPM നേതാക്കളുമായി RSP നേതാക്കളുടെ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതായിട്ടാണ് ബിന്ദുകൃഷ്ണയുടെ പരാതി. ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കൊല്ലം ബീച്ച് റോഡിലെ ഹോട്ടലിലാണ് ഇവർ കൂടിക്കാഴ്ച നടത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ബിന്ദുകൃഷ്ണ പരാതി നൽകിയിരിക്കുന്നത്. ഏപ്രിൽ 6 രാത്രിയാണ് ഇത് നടന്നതെന്നാണ് ബിന്ദുകൃഷ്ണയുടെ പരാതിയിൽ തന്നെ പറയുന്നത്. കൂടിക്കാഴ്ച CPM ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെ എന്നാണ് ഇപ്പോൾ ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡീൽ നേരത്തെ തിരിച്ചറിഞ്ഞതായും വോട്ട് ചോർച്ച നടന്നതായുമാണ് കോൺഗ്രസ് നേതൃത്വവും ഇത് വിലയിരുത്തുന്നത്. ഗീതാകൃഷ്ണൻ, അതായത് കോൺഗ്രസിന്റെ കൊല്ലം ബ്ലോക്ക് പ്രസിഡന്റ് ഗീതാകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നാണ് അവർ അത്രയും ഉറപ്പാണ് നൽകുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ RSP ലോക്കൽ സെക്രട്ടറിയെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ഥാനാർത്ഥിയുടെ ചുമതല വോട്ട് തേടലാണെന്നും ബാക്കി കാര്യങ്ങളിൽ നേതൃത്വം പ്രതികരിക്കുമെന്നുമാണ് ബിന്ദുകൃഷ്ണയുടെ ഒരു പ്രതികരണം. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ഏഷ്യൻ സ്കൂൾ ഓഫ് ബിസിനസിൽ 3 പുതിയ കോഴ്സുകൾ തുടങ്ങുന്നു. ബാച്ചിലർ ഓഫ് പെർഫോമിംഗ് ആർട്സ്, ബാച്ചിലർ ഓഫ് ഡിസൈൻ, മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്നിവയാണ് പുതിയ കോഴ്സുകൾ. പ്രശസ്ത നർത്തകിയും നൃത്താധ്യാപികയുമായ ഡോക്ടർ നീന പ്രസാദിന്റെ നേതൃത്വത്തിലാണ് ക്യുസാറ്റുമായി ചേർന്ന് 4 വർഷ പെർഫോമിംഗ് ആർട്സ് കോഴ്സ് നടത്തുന്നത്. ടെലികാസ്റ്റിംഗ്, ഡിജികാസ്റ്റിംഗ് രംഗത്തെ നൂതനാശയങ്ങളാണ് ബാച്ചിലർ ഓഫ് ഡിസൈൻ കോഴ്സ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റാ സയൻസിൽ പ്രാമുഖ്യം നൽകുന്നതാണ് MCA കോഴ്സ്. കോഴ്സുകളിലേക്ക് പ്രവേശനം തുടങ്ങിയതായി ഏഷ്യൻ സ്കൂൾ ഓഫ് ബിസിനസ് അധികൃതർ അറിയിച്ചു. ലോയിഡിന്റെ ലക്ഷറിയ കളക്ഷനിലെ സ്റ്റൺ എയർ AC ലോഞ്ച് ചെയ്തു. മൈജിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് നടന്ന ചടങ്ങിൽ നടി മഹിമ നമ്പ്യാർ ലോഞ്ചിംഗ് നിർവഹിച്ചു. അത്യാധുനിക AI സാങ്കേതികവിദ്യയും ലക്ഷറി ഡിസൈനും ചേർന്ന ഇന്റലിജൻസ് കൂളിംഗ് സംവിധാനത്തിലൂടെ ഉപഭോക്താവിന്റെ ഉപയോഗം മനസ്സിലാക്കി സ്വയം പ്രവർത്തനം പ്രതീക്ഷിക്കുന്നതാണ് ACയുടെ പ്രത്യേകത. മൈജിയിലൂടെ ഏറ്റവും കുറഞ്ഞ മാസത്തവണയിൽ സ്റ്റൺ എയർ സ്വന്തമാക്കാനാകും. ഒപ്പം 1 ടൺ AC മൈജിയുടെ സ്പെഷ്യൽ പ്രൈസിംഗിലും വാങ്ങാൻ കഴിയും. അപ്പോൾ കൂടുതൽ ഇവിടെ വേദന ആവശ്യമില്ല. മൈജിയെ കുറിച്ച് എല്ലാം അറിയാം, മൈജി വിൽക്കുന്ന ബ്രാൻഡുകളെ കുറിച്ച് അറിയാം, സ്റ്റോറുകളെ അറിയാം, ഒരുപാട് ഇന്നോവേഷൻസ് ചെയ്തിട്ടുണ്ട്. ഷൈക്ക പറഞ്ഞ പോലെ തന്നെ ഞാൻ മൈജി ഫാമിലിയുടെ മെമ്പറാണ്. മൈജിയുടെ എത്ര ഇവന്റ്സ് ഞാൻ അറ്റൻഡ് ചെയ്തു എനിക്ക് തന്നെ ഒരു കണക്കില്ല. സോ മൈജി ഫീൽസ് ലൈക്ക് ഫാമിലി. നമുക്കറിയാം ലോയിഡാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ AC വിറ്റത് അല്ലേ? അങ്ങനെ ഒരു കാര്യമുണ്ട്. കാരണം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,120 രൂപ, പവന് 1,12,960 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,660 രൂപ, പവന് 93,280 രൂപ. വെള്ളി ഗ്രാമിന് 260 രൂപ, കിലോയ്ക്ക് 2,60,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.